അല്ല, അത് നമ്മുടെ ഒരു അന്വേഷണ ഏജൻസി ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. പോലീസ് ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പോലീസ് ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ പ്രാരംഭമായിട്ട് നമുക്ക് പലർക്കും പല സംശയങ്ങളുണ്ട്, പല ചോദ്യങ്ങളുണ്ട്. ചില CCTVയിൽ ഇതിന്റെ ലെങ്ത് ഓഫ് ദ അതിന്റെ ഹൈറ്റ് ഉണ്ട്, ഹൈറ്റിന്റെ പ്രോബ്ലം പറയുന്നത്, ഈ മതിലിന്റെ ഹൈറ്റിന്റെ പ്രശ്നം പറയുന്നുണ്ട്. അയാൾ അത് പിന്നെ എങ്ങനെ ചാടി എന്നുള്ളത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സമൂഹ മാധ്യമത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്, പൊതുജനങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങളൊക്കെ ദൂരീകരിക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്തം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കാണ്. തീർച്ചയായും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ കേസിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യും. കാരണം ഇത് നമ്മുടെ ഹോൾ സിസ്റ്റത്തിനെ ബാധിക്കുന്ന, ജയിൽ സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. തീർച്ചയായിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെന്ന് കണ്ടുപിടിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് സ്പെക്കുലേഷന്റെ ആവശ്യമില്ല. പക്ഷെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാം, നമുക്ക് എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാം, ഇങ്ങനെ സംശയങ്ങൾ പറയാം. ഈ സംശയങ്ങളൊക്കെ ദൂരീകരിക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മുടെ അന്വേഷണ ഏജൻസിയുണ്ട്. അവരൊരു ശക്തിയായിട്ട് അവർ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ജയിൽ സംവിധാനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ തന്നെ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടൊക്കെ ലഭ്യമാകുമ്പോഴൊക്കെ തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അങ്ങ്? തീർച്ചയായിട്ടും വിശ്വസിച്ചേ പറ്റും. കാരണം ഇപ്പൊ ഒരു ഹൈ പവർ കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ആദരണീയനായ നമ്മുടെ മുൻ DGP ജേക്കബ് പുന്നൂസ് സാറുണ്ട്, പിന്നെ ആദരണീയനായ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ അദ്ദേഹമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ രണ്ടുപേരും വളരെ നല്ല പൊതുമധ്യത്തിലും പൊതുസമൂഹത്തിലൊക്കെ നല്ല ആക്സെപ്റ്റഡ് ആയ പ്രൊഫഷണൽസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അവര് ഒരു കാര്യമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു നല്ല റിപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കുമെന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. പ്രത്യേകിച്ച് പുന്നൂസ് സാറൊക്കെ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയുന്നത്. അദ്ദേഹത്തിന് ഈ കണ്ണൂർ ജയിലും കാര്യങ്ങളും അവിടുത്തെ എല്ലാ പ്രതികളെ വരെ അദ്ദേഹത്തിന് ഓരോ കേസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാൻ വ്യക്തമായിട്ട് അറിയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. വെരി പ്രാക്ടിക്കൽ ഓഫീസർ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഉൾപ്പെടുന്ന ഈ ഹൈ പവർ കമ്മിറ്റി തീർച്ചയായിട്ടും ഒരു നല്ലൊരു സൊല്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്ക് ഇന്നുണ്ടായ നമുക്ക് ഈ വീക്ക്നെസ്സും ഇന്നുണ്ടായ ഈ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഈ ജയിൽ അതോറിറ്റിക്കെതിരായിട്ടുള്ള ഈ എല്ലാ ഈ അഭിപ്രായ വ്യത്യാസങ്ങളും അതിനൊക്കെ മറികടക്കേണ്ട റിപ്പോർട്ട് തയ്യാറാക്കും. അപ്പോൾ തീർച്ചയായിട്ടും നല്ല റിപ്പോർട്ടാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിന്റെ ഓരോ കാര്യങ്ങൾ സംശയമുള്ള ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ സർക്കാർ ഒരു കാരണവശാലും അത് ഒരു കോൾഡ് സ്റ്റോറേജിൽ വെക്കരുത്. അതിന്റെ മുകളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം. കാരണം ഈ റിപ്പോർട്ട് അത്ര ഡീറ്റെയിൽ ആയിരിക്കും. അപ്പൊ ഗവൺമെന്റ് അതിന്റെ മുകളിൽ സാധാരണ ഇപ്പൊ ഇപ്പോഴത്തെ UN ക്രിയയൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഈ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തൽക്കാലം ഒരു കമ്മിറ്റി ഫോം ചെയ്ത് തണുപ്പിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് നീങ്ങാതെ ഈ റിപ്പോർട്ട് തീർച്ചയായിട്ടും വളരെ ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ടായിരിക്കും. ആ റിപ്പോർട്ട് അതേപടി നടപ്പാക്കാൻ ഗവൺമെന്റ് തയ്യാറായാൽ തീർച്ചയായിട്ടും ജയിൽ സംവിധാനത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം നമ്മളെ ജയിലുകളൊക്കെ ഓവർ ക്രൗഡഡ് ആണ്. പിന്നെ എനിക്കൊക്കെ പറയാനുള്ളത് വലിയ കാര്യമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത്. ഒന്ന് ഈ ഓവർ ക്രൗഡഡ് ആയ ജയില്, അതുപോലെ അണ്ടർ സ്റ്റാഫ്ഡ് ആയ ഈ സ്റ്റാഫ് പാറ്റേൺ കൂട്ടുക, ഓവർ ക്രൗഡിങ് കുറക്കുക. കൂടാതെ അവിടുത്തെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, ജയിലിനകത്തുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കഴിയുന്നതിന് ജയിൽ ഈ ഉപദേശക സമിതി ഉണ്ട്. ആ ജയിൽ ഉപദേശക സമിതിയിൽ ഈ നോൺ ഒഫീഷ്യൽ മെമ്പർമാരായിട്ട് പ്രൊഫഷണൽസിനെ വെക്കുക, രാഷ്ട്രീയക്കാരെ ഒഴിവാക്കുക. അങ്ങനെ ചെയ്തു വെച്ചാൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരുപാട് മാറ്റങ്ങൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന മാറ്റം തീർച്ചയായും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.